എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്ക വിഷയവുമായി ബന്ധപ്പെട്ട് രൂപതയുടെ പ്രത്യേക ട്രൈബ്യൂണൽ ജഡ്ജിയായി നിയമിതനായ ശേഷം ആദ്യമായി റവറന്റ് ഡോക്ടർ ജെയിംസ് പാമ്പാറ അച്ഛനുമായി CMI കർമ്മലകുസുമ മാസികയുടെ പത്രാധിപർ നടത്തിയ കൂടിക്കാഴ്ചയുടെ പ്രസക്ത ഭാഗങ്ങളാണ് ഈ വീഡിയോ. 15 ചോദ്യങ്ങൾ, വളരെ വ്യക്തവും സുതാര്യവുമായ മറുപടി. എന്താണ് ട്രൈബ്യൂണൽ? ഇതിന്റെ ലക്ഷ്യം? ആർക്കൊക്കെ പരാതി നൽകാം? ശിക്ഷാ നടപടികൾ, മഹ്റോൺ ശിക്ഷ, കാനൻ നിയമങ്ങൾ, ഊതിവീർപ്പിച്ച ബലൂണോ, കുറ്റാരോപിതർ സഹകരിക്കുമോ തുടങ്ങി ഈ കാലഘട്ടത്തിൽ ഓരോ വിശ്വാസിയും ആകാംക്ഷയോടെ അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഈ കൂടിക്കാഴ്ചയിലുടനീളം. ഇവിടെ കർമ്മലകുസുമ മാസിക പത്രാധിപരുടെ ചോദ്യങ്ങളും ഉത്തരമായി ജെയിംസ് പാമ്പാറയച്ചന്റെ മറുപടിയും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുറ്റകരമായ നിയമലംഘനങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രസ്തുത രൂപതയിലെ വൈദികരും സന്യസ്തരും ആത്മാരും ചെയ്തതായി ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളെ സംബന്ധിച്ച് പൗരസ്ത്യ കാനോന സംഹിതയിലെ ശിക്ഷകൾ ചുമത്തുന്നതിനുള്ള നടപടിക്രമത്തിലെ ജുഡീഷ്യൽ വിചാരണയ്ക്കായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിന്റെ അഭ്യർത്ഥന പ്രകാരവും വത്തിക്കാനിലെ പൗരസ്ത്യ കാര്യാലയത്തിന്റെ അധികാരപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലും സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ അഭിമന്യമാർ റാഫേൽ തട്ടിൽ പിതാവ് സ്ഥാപിച്ചതാണ് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെ സീറോ മലബാർ സഭാ കാര്യാലയത്തിൽ 2024 ഡിസംബർ 18 പ്രവർത്തനം ആരംഭിച്ച ഈ പ്രത്യേക ട്രൈബ്യൂണൽ. സാധാരണ രൂപതാ കോടതികളിൽ കൂടുതലായും വിവാഹം അസാധുവുമായി കിട്ടുന്നതിനുള്ള വ്യവഹാരങ്ങളാണ് നടക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള സഭാ ട്രൈബ്യൂണലുകൾക്കും ശിക്ഷാ നടപടിക്രമങ്ങൾ അനുസരിച്ച് കുറ്റാരോപിതരെ വിചാരണ ചെയ്ത് കുറ്റം ചെയ്തതായി തെളിഞ്ഞാൽ ശിക്ഷിക്കുവാനുമുള്ള അധികാരമുണ്ടെങ്കിലും സാധാരണഗതിയിൽ പ്രത്യേക ട്രൈബ്യൂണലുകൾ സ്ഥാപിച്ചാണ് ഇങ്ങനെയുള്ള കേസുകൾ തീർപ്പാക്കുക. ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, രൂപതാ കോടതി എന്ന് നാം വിളിക്കുന്ന സംവിധാനം രാജ്യത്തിന്റെ കോടതികളിൽ നിന്നും തുലോം വ്യത്യസ്തമാണ് എന്നതാണ്. സത്യത്തിൽ കോടതി എന്ന പദം കാനൻ നിയമത്തിലില്ല. ട്രൈബ്യൂണൽ എന്ന പദം മാത്രമേ ലത്തീൻ സഭയുടെ കാനൻ നിയമത്തിലും പൗരസ്ത്യ കാനോന സംഹിതയിലും ഉപയോഗിച്ചിട്ടുള്ളൂ. നാം സൗകര്യാർത്ഥം രൂപതാ കോടതി എന്ന് വിളിക്കുന്നു എന്നേയുള്ളൂ. പ്രത്യേക ട്രൈബ്യൂണൽ എന്ന് വിശേഷിപ്പിക്കുവാൻ കാരണം ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഭാ ട്രൈബ്യൂണൽ അഥവാ രൂപതാ കോടതിക്ക് പകരമുള്ളതല്ല എന്നതുകൊണ്ടും ഈ ട്രൈബ്യൂണൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കകത്ത് സംഭവിക്കുന്ന കുറ്റങ്ങളെപ്പറ്റി തീർപ്പ് കൽപ്പിക്കുവാൻ മാത്രമായി രൂപീകരിച്ചിട്ടുള്ളതുമായതുകൊണ്ടാണ്. നിയമവാഴ്ചയില്ലാതെ ഒരു പ്രസ്ഥാനത്തിനും ഒരു സംഘടനയ്ക്കും ഒരു മതത്തിനും നിലനിൽക്കുവാനാവില്ല. രാഷ്ട്രീയ പാർട്ടികളിൽ പാർട്ടിയുടെ ഭരണഘടനയെയോ പാർട്ടിയുടെ അധികാരികളുടെ കാലാകാലങ്ങളിലെ നിർദ്ദേശങ്ങളെയോ നിരസിക്കുന്നവരെ പുറത്താക്കുവാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ കത്തോലിക്ക സഭയിലും അതിലെ അംഗങ്ങളെ അനുസരണത്തിലേക്ക് നിർബന്ധിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിൽപ്പെട്ടത് തന്നെയാണ് കാനൻ നിയമത്തിലെ ശിക്ഷാ നിയമവും ശിക്ഷാ നടപടിക്രമങ്ങളും. ഒരു ശിക്ഷാ നിയമമോ തുടർന്നും നിയമലംഘനമുണ്ടായാൽ ശിക്ഷിക്കുമെന്നുള്ള താക്കീതോടുകൂടിയ ഒരു മുന്നറിയിപ്പോ ഒരു വിശ്വാസി ലംഘിക്കുമ്പോഴാണ് ഒരു നിയമലംഘനം ശിക്ഷാർഹമായ കുറ്റകരമായി തീരുന്നത്. എന്നാൽ കത്തോലിക്ക സഭ എക്കാലവും സ്വയം പ്രതിരോധിക്കുവാനുള്ള ഒരു വ്യക്തിയുടെ മനുഷ്യ അവകാശത്തെ വളരെ ഉയർന്ന മൂല്യമായി കരുതിക്കൊണ്ടിരിക്കുന്നതിനാൽ മഹ്റോൺ ശിക്ഷ, പൗരോഹിത്യ അന്തസ്സിൽ നിന്നുള്ള ഡിസ്മിസൽ തുടങ്ങിയ ശിക്ഷകൾ വിധിക്കുന്നത് 3 ജഡ്ജിമാരെങ്കിലുമുള്ള ഒരു ബെഞ്ചിന്റെ ജുഡീഷ്യൽ വിചാരണയിലൂടെ ആയിരിക്കണം എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള 3 ജഡ്ജിമാർ അംഗങ്ങളായിട്ടുള്ള ഒന്നാണ് ഈ പ്രത്യേക ട്രൈബ്യൂണലും. 3 ജഡ്ജിമാരെ കൂടാതെ ഒരു നോട്ടറിയും ഒരു നീതി സംരക്ഷകനും അടങ്ങിയതാണ് ഈ പ്രത്യേക ട്രൈബ്യൂണൽ. അതുകൂടാതെ 3 അഭിഭാഷകരെയും ഈ ട്രൈബ്യൂണലിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. കുറ്റാരോപിതർക്ക് അവർക്ക് ഇഷ്ടമുള്ള കാനൻ നിയമത്തിൽ ബിരുദമുള്ള ഏത് വൈദികനെ വേണമെങ്കിലും അവർക്ക് വേണ്ടി വാദിക്കുവാനായി നിയമിക്കുവാനാവും. എന്നാൽ സ്വയമായി വക്കീലിനെ വെക്കുവാൻ സാധിക്കാത്തവർക്ക് ട്രൈബ്യൂണലിലെ ഈ 3 അഭിഭാഷകരിൽ ആരുടെയും സേവനം സൗജന്യമായി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. കുറ്റവിചാരണയിൽ കുറ്റാരോപിതർ സ്വന്തം അഭിഭാഷകനെ വയ്ക്കാതിരുന്നാൽ ട്രൈബ്യൂണൽ തന്നെ ഈ 3 പേരിൽ ഒരാളെ ഔദ്യോഗികമായി ആ കുറ്റാരോപിതനെ സഹായിക്കുവാനെ നിയമിക്കുവാൻ കാനൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പ്രത്യേക ട്രൈബ്യൂണൽ 2024 ഡിസംബർ 18 സ്ഥാപിക്കപ്പെട്ടു. അംഗങ്ങൾ മേജർ ആർച്ച് ബിഷപ്പിന് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തുവെങ്കിലും ട്രൈബ്യൂണൽ ശരിക്കും പ്രവർത്തനം ആരംഭിക്കുന്നത് ട്രൈബ്യൂണലിലെ നീതി സംരക്ഷകൻ ഏതെങ്കിലും ഒരു കുറ്റാരോപിതനെതിരെ പരാതി സമർപ്പിക്കുമ്പോഴാണ്.
പരാതിയില്ലാതെ ജഡ്ജി ഇല്ല എന്നാണ് ചൊല്ല്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പ്രത്യേക ട്രൈബ്യൂണലിന് സ്വയമായി ഒരു കേസും എടുക്കുവാനാവില്ല എന്നത് തന്നെ. രാജ്യത്തിന്റെ നിയമമനുസരിച്ചുള്ള ക്രിമിനൽ വിചാരണ കോടതിക്ക് സമാനമാണ് ഈ പ്രത്യേക ട്രൈബ്യൂണൽ. ക്രിമിനൽ വിചാരണയ്ക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ പെറ്റീഷൻ ഫയൽ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതുപോലെ പ്രത്യേക ട്രൈബ്യൂണലിൽ നീതി സംരക്ഷകൻ ഒരു പരാതി സമർപ്പിച്ച് കഴിയുമ്പോൾ ആ പരാതി ഫയൽ സ്വീകരിച്ച ശേഷം മാത്രമേ തുടർന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് ട്രൈബ്യൂണൽ കടക്കുകയുള്ളൂ. ഇനി നീതി സംരക്ഷകന് ഒരു പരാതി സമർപ്പിക്കുന്നതിന് അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിന്റെ രേഖാമൂലമുള്ള നിർദ്ദേശവും ആവശ്യമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പ്രത്യേക ട്രൈബ്യൂണൽ നീതി സംരക്ഷകന്റെ പരാതികൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. എന്നാൽ ഏതൊരു വിശ്വാസിക്കും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററോട് അവർക്ക് അറിവുള്ള കുറ്റങ്ങളെയും കുറ്റാരോപിതരെയും പറ്റി പരാതിയും തെളിവുകളും സമർപ്പിക്കുവാൻ സാധിക്കും. അങ്ങനെ വരുന്ന പരാതികളിൽ പൗരസ്ത്യ കാനോന സംഹിതയിലെ 1468 മുതൽ 1470 വരെയുള്ള കാനോനകൾ പ്രകാരമുള്ള പ്രാരംഭ അന്വേഷണത്തിന് ശേഷം പ്രസ്തുത പരാതി ഒരു ഡിഗ്രി വഴി കുറ്റവിചാരണയ്ക്കായി ഈ പ്രത്യേക ട്രൈബ്യൂണലിന് വിട്ട ശേഷം തൽസംബന്ധമായ ഫയൽ നീതി സംരക്ഷകനെ ഏൽപ്പിക്കുവാനും സാധിക്കും. ഒരു കുറ്റം ചെയ്യപ്പെടുമ്പോൾ സഭാഗാത്രമാണ് മുറിവേൽക്കുന്നതെന്നും അതിനാൽ തന്നെ പരാതിക്കാരൻ തിരുസഭയാണെന്നുമുള്ള ദർശനമാണ് നീതി സംരക്ഷകൻ തന്നെ പരാതി സമർപ്പിക്കണമെന്നുള്ള നിഷ്കർഷയ്ക്ക് നിദാനം. എന്നാൽ ഒരു പരാതി ട്രൈബ്യൂണൽ ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ മൂന്നാം കക്ഷിയായി മറ്റ് വിശ്വാസികൾക്ക് കേസിൽ കക്ഷി ചേരുവാനും തെളിവ് സമർപ്പിക്കുവാനും സാധ്യതയുണ്ട്. പ്രത്യേക ട്രൈബ്യൂണലിന്റെ പ്രവർത്തന ശൈലിയെപ്പറ്റി ചുരുക്കമായി ഇങ്ങനെ വിവരിക്കുവാൻ സാധിക്കും. നീതി സംരക്ഷകന്റെ പരാതി ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറ്റാരോപിതനെ പ്രസ്തുത വിവരം അറിയിച്ചുകൊണ്ട് ഒരു നിശ്ചിത ദിവസത്തിലും സമയത്തിലും ട്രൈബ്യൂണൽ മുമ്പാകെ ഹാജരാകുവാൻ ട്രൈബ്യൂണൽ സമൻസ് അയക്കുക എന്നതാണ് ആദ്യപടി. സ്വന്തം അഭിഭാഷകനോട് കൂടിയോ അല്ലാതെയോ ഹാജരായി കഴിഞ്ഞാൽ പിന്നീട് തെളിവെടുപ്പിന്റെ ഭാഗത്തേക്ക് കടക്കും. അതിൽ കുറ്റാരോപിതൻ, സാക്ഷികൾ എന്നിവരുടെ വിചാരണയാണ് ആദ്യ ഭാഗം. മറ്റ് രേഖാമൂലമുള്ള തെളിവെടുപ്പുകൾ ഉൾപ്പെടെ എല്ലാം കഴിയുമ്പോൾ നടപടിക്രമങ്ങളുടെ പ്രസിദ്ധീകരണം എന്നൊരു ഭാഗമുണ്ട്. അതുവരെ ട്രൈബ്യൂണലിന്റെ പക്കലെത്തിയ എല്ലാ തെളിവുകളും കുറ്റാരോപിതനും അദ്ദേഹത്തിന്റെ വക്കീലിനും അതുപോലെ നീതി സംരക്ഷകനും ട്രൈബ്യൂണൽ ഓഫീസിൽ വന്ന് കണ്ട് വായിച്ച് പഠിക്കുവാനുള്ള അവസരവുമുണ്ട്. അതിനുശേഷമുള്ള ഘട്ടം വാദപ്രതിവാദങ്ങളുടേതാണ്. നീതി സംരക്ഷകനും കുറ്റാരോപിതനും തങ്ങളുടെ വാദങ്ങൾ ട്രൈബ്യൂണലിന് എഴുതി അറിയിക്കുന്നതിനുള്ള അവസരമാണിത്. അതിനുശേഷം ഒരു വാചിക ചർച്ച 3 ജഡ്ജിമാരും അടങ്ങുന്ന ബെഞ്ചിന് മുമ്പാകെ നടക്കണം. അതിൽ നീതി സംരക്ഷകനും കുറ്റാരോപിതനും തങ്ങളുടെ ഭാഗം വാദിക്കുവാനുള്ള അവസരമുണ്ട്. അതിൽ അവസാനം സംസാരിക്കുന്നത് കുറ്റാരോപിതനോ അദ്ദേഹത്തിന്റെ വക്കീലോ ആയിരിക്കും. പിന്നീട് ജഡ്ജിമാർ ഒന്നിച്ചു കൂടുകയും വിധിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. പ്രിസൈഡിംഗ് ജഡ്ജിയോ അദ്ദേഹം ഏൽപ്പിക്കുന്ന ബെഞ്ചിലെ മറ്റൊരു ജഡ്ജിയോ ആയിരിക്കും വിധി എഴുതുക. ഏകകണ്ഠമായോ ഭൂരിപക്ഷ അഭിപ്രായത്തോടു കൂടിയോ ഉള്ള വിധിക്കെതിരെ ശിക്ഷിക്കപ്പെട്ട വ്യക്തിക്കോ അല്ലെങ്കിൽ നീതി സംരക്ഷകനോ അപ്പീലിനുള്ള അവസരവുമുണ്ട്. സാധാരണഗതിയിൽ അത് കാക്കനാട് മേജർ ആർച്ച് ബിഷപ്പിന്റെ കാര്യാലയത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ സാധാരണ ട്രൈബ്യൂണൽ ആണ്. എന്നാൽ അതിനു പകരം കുറ്റക്കാരനായി വിധിക്കപ്പെട്ട വ്യക്തിക്ക് ശ്ലൈഹിക സിംഹാസനത്തിന്റെ ഉന്നത കോടതിയായ റോട്ട റൊമാനയെയും സമീപിക്കുവാൻ സാധിക്കും. ഏറ്റവും അവസാനത്തെ അപ്പീലുമായി വത്തിക്കാനിലെ പരമോന്നത കോടതിയായ സിഞ്ഞത്തൂര അപ്പസ്തോലിക്കയിലും എത്താവുന്നതാണ്. സിഞ്ഞത്തൂര അപ്പസ്തോലിക്കയുടെ കോൺഗ്രേസോ എന്ന് പറയുന്ന ഫുൾ ബെഞ്ചിന്റെ വിധി അന്തിമമായിരിക്കും. അതിനുശേഷവും മാർപ്പാപ്പയ്ക്ക് ദയാഹർജി കൊടുക്കുവാനും സാധിക്കും. പൗരസ്ത്യ കാനോന സംഹിതയനുസരിച്ച് 3 ന്യായാധിപന്മാരടങ്ങുന്ന ഒരു ട്രൈബ്യൂണലിന് കാന നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ഏത് ശിക്ഷയും കുറ്റത്തിന്റെ ഗൗരവമനുസരിച്ച് വിധിക്കാനാവും. ആദ്യമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സഭാ ട്രൈബ്യൂണലുകൾ രാജ്യത്തെ കോടതികളിൽ നിന്നും തുലോം വ്യത്യസ്തമാണ് എന്നതാണ്. സഭയുടെ ട്രൈബ്യൂണലുകൾ മതകോടതികളല്ല. രാജ്യത്തിന്റെ കോടതികൾക്ക് മരണശിക്ഷ, കാരാഗ്രഹവാസം തുടങ്ങിയ മനുഷ്യ അവകാശങ്ങളെ പരിമിതപ്പെടുത്തുന്ന ശിക്ഷകൾ വിധിക്കുവാനാകുമ്പോൾ കത്തോലിക്ക സഭയുടെ ട്രൈബ്യൂണലുകളുടെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക അഥവാ വലിയ മഹ്റോൻ ശിക്ഷ വിധിക്കുക എന്നതാണ്. ഏത് സംഘടനയിലെ അംഗവും ആ സംഘടനയുടെ നിയമാവലി അനുസരിക്കുന്നവർക്കായി മാത്രം പരിമിതപ്പെടുത്തിയിട്ടുള്ളതുപോലെ കത്തോലിക്ക സഭയിലെ അംഗങ്ങളെല്ലാം ആ സഭയുടെ നിയമാവലിയായ കാന നിയമം അനുസരിക്കുവാൻ ബാധ്യസ്ഥരുമാണ്. അതിനാൽ തന്നെ ഗൗരവതരമായ രീതിയിൽ തിരുത്താൻ കൂട്ടാക്കാതെ ഒരു കത്തോലിക്ക വിശ്വാസി കാന നിയമ ലംഘനത്തോടെ കുറ്റത്തിൽ തുടരുമ്പോൾ വലിയ മഹ്റോൻ ശിക്ഷയിലൂടെ ആ വ്യക്തിയെ സഭാ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്ന വിധി പ്രഖ്യാപിക്കുവാൻ ഈ പ്രത്യേക ട്രൈബ്യൂണലിന് സാധിക്കും.
അതുപോലെ വൈദികരെ കുറ്റത്തിന്റെ ഗൗരവമനുസരിച്ച് സസ്പെൻഷൻ, ഡിസ്മിസൽ തുടങ്ങിയ ശിക്ഷകൾക്ക് വിധേയരാക്കുവാനും ഈ ട്രൈബ്യൂണലിന് അധികാരമുണ്ട്. എന്നാൽ വൈദികരല്ലാത്ത വിശ്വാസികളെ, അതായത് സന്യസ്തരും ആത്മായരുമായവരെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൽ നിന്നും വിലക്കുന്ന ചെറിയ മഹ്റോൻ ശിക്ഷ തുടങ്ങി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിൽ നിന്നും പരസ്യമായി ദൈവാരാധന നടക്കുന്ന സമയങ്ങളിൽ പള്ളിയിൽ പ്രവേശിക്കുന്നതിൽ നിന്നുപോലും വിലക്കുവാൻ സാധിക്കും. CCEO 1431. ഇതിനൊക്കെ പുറമെ ചെറിയ കുറ്റങ്ങൾക്ക് ധ്യാനം, ഉപവാസം, തീർത്ഥാടനം, പ്രത്യേക പ്രാർത്ഥന തുടങ്ങിയ പുണ്യപ്രവൃത്തികളോ ഭക്താഭ്യാസമോ ഉപവിപ്രവർത്തനങ്ങളോ ശിക്ഷയായി കുറ്റവാളിയുടെ സമ്മതത്തോടെ നൽകാവുന്നതാണ്. CCEO 1426. അതുപോലെ പരസ്യശാസന എന്ന ശിക്ഷയും ലഘുവായ ഒരു ശിക്ഷയായി കാനൻ നിയമത്തിലുണ്ട്. സ്ഥിരം കുറ്റവാളികളെ ശിക്ഷയുടെ ഭാഗമായി ഒരു അധികാരിയുടെ നിരീക്ഷണത്തിൽ കീഴിലാക്കുക എന്നുള്ളതാണ് മറ്റൊരു ശിക്ഷാരീതി. അതുപോലെ ഒരു പ്രത്യേക സ്ഥലത്ത് ജീവിക്കുവാനുള്ള കൽപ്പനയോ ഒരു പ്രത്യേക സ്ഥലത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തുകയോ ചെയ്യുന്നതായ ഒരു ശിക്ഷ ആത്മായർക്കൊഴിച്ച് മറ്റെല്ലാവർക്കും നൽകുവാനും ഈ ട്രൈബ്യൂണലിന് സാധിക്കും. സഭയിലെ ഉദ്യോഗങ്ങളിൽ നിന്ന് ഉദ്യോഗഭ്രഷ്ടനാക്കുക എന്നതും കുറ്റത്തിനുള്ള ശിക്ഷകളിൽ ഒന്നാണ്. അതുപോലെ സഭയുടെ ഔദ്യോഗിക പദവികളിൽ നിന്നും ഔദ്യോഗിക സമിതികളിൽ നിന്നും ഒഴിവാക്കുന്നത് കൂടാതെ തുടർന്ന് ആ കാലഘട്ടത്തിലേക്കോ ജീവിതകാലം മുഴുവനുമോ അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിൽ നിന്നും വിലക്കേർപ്പെടുത്തുവാനും പ്രത്യേക ട്രൈബ്യൂണലിന് സാധിക്കും. അതുപോലെ ഒരു വൈദികനെ ഡീക്കൻ പദവിയിലേക്ക് തരം താഴ്ത്തുന്ന ശിക്ഷാവിധിയും സാധ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ കത്തോലിക്ക സഭയിലെ അംഗത്തിൽ നിന്നോ അംഗങ്ങൾക്കുള്ള ചില അവകാശങ്ങളിൽ നിന്നോ ഒഴിവാക്കുകയോ കുറവ് വരുത്തുകയോ ചെയ്യുന്ന ശിക്ഷകൾ മാത്രമേ കത്തോലിക്ക സഭയുടെ ട്രൈബ്യൂണലുകൾക്ക് നൽകുവാൻ കാനൻ നിയമത്തിൽ വ്യവസ്ഥയുള്ളൂ. ഏതൊരു സംഘടനയിലേതും പോലെ കത്തോലിക്ക സഭയിലെ അംഗത്വവും അവകാശങ്ങളും കടമകളും നിറഞ്ഞതാണ്. എൻ്റെ അവകാശങ്ങളെല്ലാം എനിക്ക് വേണം, എന്നാൽ എൻ്റെ കടമകളൊന്നും നിർവഹിക്കുവാൻ ഞാൻ തയ്യാറല്ല എന്ന മനോഭാവം സ്വീകാര്യവുമല്ല. എനിക്ക് സീറോ മലബാർ സഭയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്യണം, എന്നാൽ അങ്ങനെ സേവനമനുഷ്ഠിക്കുന്നവർക്കായി സഭ നിർദ്ദേശിക്കുന്ന കാനൻ നിയമത്തിലെ നിബന്ധനകൾ പാലിക്കുവാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നതും ശരിയല്ല. അവകാശങ്ങളും കടമകളും പരസ്പര പൂരകങ്ങളാണ്. ഒന്നില്ലാതെ മറ്റേതില്ല. അച്ഛൻ 3 ചോദ്യങ്ങളാണ് ഒന്നിച്ച് ചോദിച്ചിരിക്കുന്നത്. ഓരോ ചോദ്യവും വിശദമായ മറുപടി ആവശ്യമുള്ളതുമാണ്. ഒന്നാമതായി മഹ്റോൻ ശിക്ഷയെ പറ്റി പറയാം. മഹ്റോൻ ശിക്ഷ എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് എക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന ഇംഗ്ലീഷ് പദമാണ്. പൗരസ്ത്യ കാനോന സംഹിതയിൽ ചെറിയ മഹ്റോൻ ശിക്ഷ, വലിയ മഹ്റോൻ ശിക്ഷ എന്നിങ്ങനെ മഹ്റോൻ ശിക്ഷയെ തന്നെ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു. ലത്തീൻ സഭയുടെ കാനൻ നിയമത്തിൽ മഹ്റോൻ ശിക്ഷ എന്ന് പറയുന്നത് തന്നെയാണ് പൗരസ്ത്യ കാനോന സംഹിതയിലെ വലിയ മഹ്റോൻ ശിക്ഷ. ചെറിയ മഹ്റോൻ ശിക്ഷ എന്ന് പറയുന്നത് പ്രധാനമായി കുർബാന സ്വീകരണത്തിനുള്ള വിലക്കാണ്. എന്നാൽ വലിയ മഹ്റോൻ ശിക്ഷ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കൽ തന്നെയാണെന്ന് പറയാം. ആ ശിക്ഷയിൽപ്പെട്ടവർ കൂദാശകൾ സ്വീകരിക്കുന്നതിൽ നിന്നും കൂദാശകളും കൂദാശ അനുകരണങ്ങളും പരികർമ്മം ചെയ്യുന്നതിൽ നിന്നും എന്തെങ്കിലും ഉദ്യോഗങ്ങളോ ശുശ്രൂഷകളോ ചുമതലകളോ നിർവഹിക്കുന്നതിൽ നിന്നും ഭരണ നടപടികൾ നടത്തുന്നതിൽ നിന്നും വിലക്കപ്പെട്ടിരിക്കുന്നു എന്നും പ്രസ്തുത വിലക്ക് ലംഘിച്ച് എന്തെങ്കിലും ഭരണ നടപടികൾ നടത്തുകയാണെങ്കിൽ അവ നിയമത്താൽ തന്നെ അസാധുവായിരിക്കുമെന്നും 1434 കാനോനയുടെ 1-ാം ഖണ്ഡിക വ്യക്തമാക്കുന്നുണ്ട്. അതേ കാനോനയുടെ 2-ാം ഖണ്ഡിക ഇങ്ങനെയാണ്: വലിയ മഹ്റോൻ ശിക്ഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി വിശുദ്ധ കുർബാനയിലും ദൈവാരാധനയുടെ മറ്റ് പരസ്യ ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നതിൽ നിന്നും അകറ്റി നിർത്തപ്പെടേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ലത്തീൻ കാന നിയമത്തിൽ മഹ്റോൻ ശിക്ഷ എന്ന് പറയുന്നതും പൗരസ്ത്യ കാനോന സംഹിത വലിയ മഹ്റോൻ ശിക്ഷ എന്ന് പറയുന്നതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിക്ഷാർഹനായ വ്യക്തിയെ സഭാഗാത്രത്തിൽ നിന്നും പശ്ചാത്തപിച്ച് തിരിച്ചു വരികയും ഉണ്ടാക്കിയ ഉതപ്പിനും ഉപദ്രവത്തിനും പരിഹാരം ചെയ്യുവാൻ ഏർപ്പാടാക്കുന്നത് വരെ പുറത്താക്കുകയും ചെയ്യുന്ന ശിക്ഷയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മഹ്റോൻ ശിക്ഷയിൽ നിന്ന് മോചനം സാധ്യമാണ്. പ്രസ്തുത ശിക്ഷയെ രോഗത്തിനുള്ള ഒരു മരുന്നായോ അഥവാ ഒരു സർജറിയായോ ആണ് തിരുസഭ കരുതുന്നത്. ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളിലുമുണ്ട് അതാത് മതങ്ങളിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള നടപടിക്രമം. ഇസ്ലാം മതത്തിൽ ഫത്വകളുണ്ട്. ഹൈന്ദവ മതത്തിൽ പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന രീതിയുണ്ട്. യഹൂദരുടെ താൽമുദിൽ ഹെറം എന്നൊരു ശിക്ഷയുമുണ്ട്. അത് ശിക്ഷാവിധേയനായുള്ള വ്യക്തിയുമായുള്ള സമൂഹത്തിൻ്റെ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നതായിരുന്നു. ഇത് തന്നെയാണ് ഈശോ ആവശ്യപ്പെടുന്നതായി മത്തായി സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നതും. വിശുദ്ധ മത്തായി 18, 15, 17 തിരുവചനങ്ങൾ. പൗലോസ് ലീഹായുടെ ലേഖനങ്ങളിലും ഇതേ ആശയങ്ങൾ കാണുന്നു. 2 തെസ്സലോനിക്ക 3, 6 തിരുവചനങ്ങൾ.
തീത്തോസ് 3:10-11 തിരുവചനങ്ങൾ. പൗലോസ്ലീഹ കൊരിന്തോസിൽ സഭയ്ക്ക് എഴുതിയ 1 ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇങ്ങനെ ചെയ്തവനെ നിങ്ങളുടെ സമൂഹത്തിൽ നിന്നും ഉടനെ മാറ്റി കളയുവിൻ. 1 കൊരിന്തോസ് 5:2. തുടർന്ന് പറയുന്നത് അവനെ സാത്താന് ഏൽപ്പിച്ചു കൊടുക്കുവാനാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം കത്തോലിക്ക സഭയിൽ കേട്ട് കേൾവി പോലുമില്ലാത്തതാണ് മഹ്റോൻ ശിക്ഷ എന്ന 5 മെത്രാന്മാരുടെ വിയോജനക്കുറിപ്പിലെ വാദം വസ്തുതാവിരുദ്ധമാണ്. ഞാൻ 1995 റോമിൽ കാനൻ നിയമ പഠനത്തിനായി എത്തുക. അതിനുശേഷം സംഭവിച്ച ചില മഹ്റോൻ ശിക്ഷകളൊന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. ആദ്യത്തേത് ശ്രീലങ്കിൽ നിന്നുള്ള ദൈവശാസ്ത്രജ്ഞനായ ടിസ ബാലസൂര്യ മഹ്റോൻ ശിക്ഷയിലാണെന്ന് വത്തിക്കാനിലെ വിശ്വാസ കാര്യാലയത്തിന്റെ അന്നത്തെ പ്രീഫെക്റ്റ് ആയിരുന്ന പിന്നീട് മാർപ്പാപ്പയായ കർദിനാൾ ജോസഫ് റാറ്റ്സിംഗറിന്റെ 1997 ജനുവരി 2 പ്രഖ്യാപനമാണ്. അതുപോലെ മഹ്റോൻ ശിക്ഷയ്ക്ക് വിധേയനായ ഒരു വ്യക്തിയാണ് സാംബിയയിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പ് എമ്മാനുവേൽ മിലിൻഗോ. അദ്ദേഹത്തെ വത്തിക്കാൻ 2006 മഹ്റോൻ ചൊല്ലുകയും 2009 അദ്ദേഹത്തിന്റെ പൗരോഹിത്യം എടുത്തു കളയുകയും ചെയ്തു. 2023 ഡിസംബർ 31 തന്റെ വിശുദ്ധ കുർബാന മധ്യത്തിലുള്ള പ്രസംഗത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അധിക്ഷേപിച്ച് സംസാരിച്ച 48 വയസ്സുകാരനായ ഇറ്റാലിയൻ വൈദികനായ റാമോൺ ഗിതെത്തിയെ പിറ്റേ ദിവസം തന്നെ 2024 ജനുവരി 1 അദ്ദേഹത്തിന്റെ മെത്രാനായ സിമോണ ജൂസ്തി മഹ്റോൻ ശിക്ഷയ്ക്ക് വിധേയനാക്കിയത് ലോകം മുഴുവൻ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. 2024 ജൂലൈ 4 ആർച്ച് ബിഷപ്പ് കാർലോ മരിയ വീഗനോ വത്തിക്കാനിലെ വിശ്വാസ കാര്യാലയം മഹ്റോൻ ചൊല്ലിയത് ശീഷ്മ എന്ന കുറ്റം അദ്ദേഹത്തിൽ തെളിഞ്ഞതുകൊണ്ടാണ്. അതുപോലെ തന്നെ 2024 ജൂണിൽ സ്പെയിനിലെ ബുർഗോസ് രൂപതയിൽപ്പെട്ട 10 സന്യാസിനികളെ രൂപതാ മെത്രാൻ മരിയ ഇച്ചത്തെ മഹ്റോൻ ശിക്ഷയ്ക്ക് വിധേയമാക്കുകയുണ്ടായി. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എക്സ്കമ്മ്യൂണിക്കേഷൻ അഥവാ മഹ്റോൻ ശിക്ഷ കർത്താവിന്റെ കാലത്തിന് മുമ്പും കർത്താവിന്റെ മരണത്തിനും ഉയിർപ്പിന് ശേഷവും കത്തോലിക്ക സഭയുടെ തുടക്കം മുതൽ ഇന്ന് വരെ ഈ സഭയിലുണ്ട്. അച്ഛന്റെ മൂന്നാമത്തെ ചോദ്യം 5 മെത്രാന്മാരുടെ വിയോജനക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന പൗരസ്ത്യ കാനൻ നിയമസംഹിതയിൽ സ്വയമേവയുള്ള പുറത്താക്കൽ അഥവാ ഓട്ടോമാറ്റിക് മഹ്റോൻ ശിക്ഷയെക്കുറിച്ചുള്ളതാണ്. ആ വിഷയത്തെ പറ്റിയുള്ള 5 വൈദിക മേലധ്യക്ഷന്മാരുടെ പരാമർശം ശരിയാണ്. ലത്തീൻ സഭയിൽ ലാത്തെ സെന്റൻസിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഓട്ടോമാറ്റിക് മഹ്റോൻ ശിക്ഷ നിലവിലുണ്ട്. എന്നാൽ പൗരസ്ത്യ കാനൂൻ സംഹിതയിൽ അങ്ങനെ ഒരു ശിക്ഷാരീതി ഇല്ല. പൗരസ്ത്യ കാനൂൻ സംഹിതയിലെ 1408 കാനൂന പ്രകാരം ഒരു വിധിയോ കൽപ്പനയോ വഴി ശിക്ഷ ചുമത്തുന്നതിന് മുമ്പ് ശിക്ഷ തെറ്റുകാരനായ കക്ഷിയെ ബാധിക്കുന്നില്ല. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ശീഷ്മയിലായിരുന്ന ഒരാളെ വത്തിക്കാൻ ഒരു ഡിഗ്രി വഴിയോ അല്ലെങ്കിൽ 3 ന്യായാധിപന്മാരടങ്ങുന്ന ഒരു സഭ ട്രൈബ്യൂണൽ ഒരു അന്തിമ വിധി വഴിയോ അയാളെ മഹ്റോൻ ചൊല്ലുന്നതുവരെ സീറോ മലബാർ സഭയിൽ ഉൾപ്പെടെയുള്ള ഒരു പൗരസ്ത്യ കത്തോലിക്ക സഭയിലെ അംഗവും മഹ്റോൻ ശിക്ഷയിൽപ്പെട്ടതായി നിയമം കരുതുകയേയില്ല. എല്ലാ ഇന്ത്യൻ പൗരന്മാരും, ഇന്ത്യയിൽ വസിക്കുന്ന എല്ലാവരും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിക്കുവാൻ കടപ്പെട്ടവരാണ്. കത്തോലിക്ക സഭയുടെ കാനൻ നിയമം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് പകരമുള്ളതോ അതിന് വിരുദ്ധമോ അല്ല. പ്രത്യുത അതിനെ പരിപൂരകമാക്കുന്ന ഒന്നാണ്. ഉദാഹരണത്തിന് കത്തോലിക്ക സഭയിൽ എങ്ങനെയാണ് ഒരാൾ അംഗമാകുന്നതെന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചാൽ മനസ്സിലാവുകയില്ല. അതുപോലെ കത്തോലിക്ക സഭയിൽ ഒരാൾ വൈദിക അന്തസ്സിലേക്ക് എങ്ങനെയാണ് ഉയർത്തപ്പെടുന്നതെന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ കാണില്ല. ഇനി കത്തോലിക്ക സഭയുടെ കാനൻ നിയമം ആരൊക്കെ അനുസരിക്കണമെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ വ്യക്തം. കത്തോലിക്കർ മാത്രം. ഒരു കത്തോലിക്ക വിശ്വാസി അയാൾ വൈദികനോ സന്യസ്തനോ ആത്മാനോ ആയിക്കൊള്ളട്ടെ, കത്തോലിക്ക വിശ്വാസവും കത്തോലിക്ക സഭയുമായുള്ള ബന്ധവും ഉപേക്ഷിച്ച് സഭ വിട്ടുപോയ ശേഷം തീർച്ചയായും പ്രഖ്യാപിക്കുവാൻ സാധിക്കും തനിക്ക് കത്തോലിക്ക സഭയുടെ കാനൻ നിയമം ബാധകമല്ല എന്ന്. മാർപ്പാപ്പയുടെ അധികാരത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നവർ ശീഷ്മയിലാണെന്ന് മാത്രം. കത്തോലിക്ക സഭയുടെ കാനൻ നിയമം മാർപ്പാപ്പ തന്നതാണെന്ന വസ്തുത നാം മറന്നുകൂടാ. മുകളിൽ പറഞ്ഞത് തന്നെയാണ് അതിനുള്ള ഉത്തരം. കത്തോലിക്ക സഭയ്ക്ക് ഒരു പരമാധികാരിയുണ്ട്, മാർപ്പാപ്പ. അദ്ദേഹം സഭാവിശ്വാസികൾക്ക് അനുസരിക്കുവാനായി തന്നിരിക്കുന്ന നിയമാവലിയാണ് കാനൻ നിയമം. കത്തോലിക്ക സഭയിലെ അംഗത്വം ആരുടെയും ജന്മാവകാശമേ അല്ല. മാമോദീസയിലൂടെയാണ് ഒരാൾ ഈ സഭയിൽ അംഗത്വം സാധാരണഗതിയിൽ സ്വീകരിക്കുന്നത്. മറ്റ് ക്രിസ്ത്യ സഭകളിൽ മാമോദിസ സ്വീകരിച്ചവർക്കും കത്തോലിക്ക സഭയിൽ അംഗത്വം സ്വീകരിക്കുവാനുമാകും. ഒറ്റ നിബന്ധന മാത്രം, സഭയുടെ നിയമങ്ങളനുസരിച്ച് ജീവിക്കണം. അനുസരിക്കുവാൻ പറ്റാത്തവരെ വലിയ മഹ്റോൻ ശിക്ഷയിലൂടെ പുറത്താക്കുവാൻ കത്തോലിക്ക സഭയിൽ നീതമായ ഒരു സംവിധാനമുണ്ട്. എന്നാൽ സ്വയം കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തുപോയവരെ സംബന്ധിച്ചിടത്തോളം
കത്തോലിക്ക സഭയുടെ കാനൻ നിയമം ഒരു വീർപ്പിച്ച ബലൂൺ പോലെ തോന്നും. അവർ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം, തങ്ങൾ കത്തോലിക്ക സഭയിൽ നിന്ന് സ്വമേധയാ പുറത്തേക്കിറങ്ങി എന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം മതി. അപ്പോൾ മറ്റു വിശ്വാസികൾക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയില്ലല്ലോ. നാം ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞല്ലോ. പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നമ്മൾ. അതിനാൽ നാം പ്രത്യാശ കൈവിടരുത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് കത്തോലിക്കർ എല്ലാവരും കാനൻ നിയമം അനുസരിച്ച് ഒരു സഭാ ട്രൈബ്യൂണലിന്റെ സമൻസ് കിട്ടിയാൽ ആ ട്രൈബ്യൂണലിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കും എന്നത് തന്നെയാണ്. രാജ്യത്തെ കോടതികൾക്ക് തീർച്ചയായും സഭാ ട്രൈബ്യൂണലിന്റെ പ്രവർത്തനത്തിൽ രാജ്യത്തിന്റെ നിയമലംഘനമോ മനുഷ്യാവകാശ ലംഘനമോ ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ സാധിക്കും. എന്നാൽ കാനൻ നിയമം കൃത്യമായി അനുസരിച്ചാണ് ഒരു സഭാ ട്രൈബ്യൂണൽ പ്രവർത്തിക്കുന്നതെന്ന് ബോധ്യപ്പെടുന്ന ഒരു കോടതിയും സഭാ ട്രൈബ്യൂണലിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു വിധി പ്രഖ്യാപിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാൽ ട്രൈബ്യൂണലിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ച ശേഷം വിവരം കത്തോലിക്ക സഭയുടെ പരമോന്നത കോടതിയായ സിഞ്ഞത്തൂര അപ്പസ്തോലിക്കയെ അറിയിക്കാനുള്ള കടമ ഈ പ്രത്യേക ട്രൈബ്യൂണലിനുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് സിഞ്ഞത്തൂര അപ്പസ്തോലിക്കയും വത്തിക്കാൻ കാര്യാലയങ്ങളും അതിനുള്ള പ്രതിവിധി കണ്ടുകൊള്ളും. സീറോ മലബാർ സഭ ഒരു സ്വയാധികാര സഭ ആയതുകൊണ്ടാണ് വത്തിക്കാൻ ഇങ്ങനെ ഒരു ട്രൈബ്യൂണൽ സ്ഥാപിച്ച് ആവർത്തിച്ചുള്ള നിയമനിരാസങ്ങളുടെ കുറ്റങ്ങൾ ഇവിടെ തന്നെ വിധി തീർപ്പാക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതും. ഇതിലും എളുപ്പമുള്ള മറ്റ് നിരവധി മാർഗങ്ങൾ ഇത്തരത്തിലുള്ള കുറ്റവാളികളെ ശിക്ഷിക്കുവാൻ വത്തിക്കാന്റെ പക്കലുണ്ട്. കേരളത്തിലെ തന്നെയുള്ള ഒരു സീറോ മലബാർ വൈദികനെതിരെയുള്ള ഒരു പരാതിയിൽ വിധി പറയുവാനുണ്ടാക്കിയ ഒരു പ്രത്യേക ട്രൈബ്യൂണലിനെതിരെ കുറ്റാരോപിതൻ സിവിൽ കോടതിയെ സമീപിച്ചപ്പോൾ ആ ട്രൈബ്യൂണൽ വിവരം വത്തിക്കാനിലെ വിശ്വാസ തിരുസംഘത്തെ അറിയിക്കുകയും വിശ്വാസ തിരുസംഘം ആ വൈദികനെ വൈദിക വൃത്തിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തതിൻ്റെ വിവരങ്ങൾ എൻ്റെ കൈവശമുണ്ട്. അതുപോലെ കാനൻ നിയമഗ്രന്ഥങ്ങളില്ലാത്ത ചില സ്പെഷ്യൽ ഫാക്കൽറ്റീസ് പരിശുദ്ധ ബെനഡിക്ട് 16 മാർപ്പാപ്പ 2009 ഏപ്രിൽ 18 പുറപ്പെടുവിച്ചതനുസരിച്ച് നീങ്ങുവാനും വത്തിക്കാന് സാധിക്കും. മൂന്നാമതായി വിചാരണ വത്തിക്കാന്റെ ഉന്നത കോടതിയായ റോമാനയിലേക്ക് മാറ്റുവാനും സിഞ്ഞത്തൂര അപ്പസ്തോലിക്കയ്ക്ക് സാധിക്കും. ഇതിൽ തങ്ങൾക്ക് ഏറ്റവും അനുകൂലം പ്രത്യേക ട്രൈബ്യൂണൽ തന്നെയാണെന്ന നിഗമനത്തിലേക്ക് കുറ്റാരോപിതർ എത്തുമെന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. ആ വാദം തെറ്റാണ്. പൗരസ്ത്യ കാനോന സംഹിതയിലെ 298 കാനോന ഇങ്ങനെ നിഷ്കർഷിച്ചിരിക്കുന്നു: ഇടവക വികാരി സ്ഥാനം ഒഴിവാക്കുകയോ ഇടവകയിൽ അജപാലന കർമ്മം നിർവഹിക്കുന്നതിൽ നിന്ന് ഇടവക വികാരി ഏതെങ്കിലും കാരണത്താൽ തടസ്സപ്പെട്ടിരിക്കുകയോ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു വൈദികനെ ഇടവക അഡ്മിനിസ്ട്രേറ്ററായി രൂപതാമെത്രാൻ നിയമിക്കേണ്ടതാണ്. ഇടവകയിൽ നൈയാമികമായി ബലിയർപ്പണം നടത്തുക എന്നത് വികാരിയുടെ അജപാലന കർമ്മത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗം തന്നെ. ഈ കാര്യത്തിൽ ഇടവക വികാരി ഏതെങ്കിലും കാരണത്താൽ തടസ്സപ്പെട്ടിരിക്കുന്ന അവസരങ്ങളിൽ രൂപതാമെത്രാന്റെ ഉത്തരവാദിത്തം തന്നെയാണ് അഡ്മിനിസ്ട്രേറ്ററുടെയും നിയമനം. സുചിന്തിതമെന്ന് കൂട്ടിച്ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ആധികാരിക രേഖകളുടെ അടിസ്ഥാനത്തിൽ മറുപടി പറയണമല്ലോ. പൗരസ്ത്യ കാനോന സംഹിതയിലെ 288 കാനോന ഇങ്ങനെ: നിയമന കൽപ്പന വഴിയായി ഇടവക വികാരിക്ക് ആത്മാക്കളുടെ സംരക്ഷണം ലഭിക്കുന്നു. എന്നിരുന്നാലും പ്രത്യേക നിയമത്തിന്റെ മാനദണ്ഡ പ്രകാരം ഇടവകയിൽ കാനോനികമായി അധികാരം ഏറ്റെടുക്കാത്ത പക്ഷം തന്റെ ചുമതല നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് അധികാരമില്ല. ഇനി നോക്കേണ്ടത് ഈ വിഷയ സംബന്ധിയായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രത്യേക നിയമത്തിൽ എന്താണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നതാണ്. പ്രത്യേക നിയമം ആർട്ടിക്കിൾ 26 2-3 ഖണ്ഡികകൾ ഇങ്ങനെയാണ്. 2-ാം ഖണ്ഡിക: വികാരിയായി നിയമിക്കപ്പെട്ടിരിക്കുന്ന വൈദികനെ ഇടവകയിൽ തന്റെ ചുമതല നിർവഹിക്കുവാൻ ഔദ്യോഗികമായ സ്ഥാനം ഏൽക്കേണ്ടതുണ്ട്. CCO 288. 3-ാം ഖണ്ഡിക: നിയമന ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന തീയതിക്കുള്ളിൽ ഓരോ വികാരിയും നിർദ്ദിഷ്ട ഇടവകയിൽ ചെന്ന് മെത്രാപ്പോലിത്ത നിശ്ചയിച്ചിട്ടുള്ള ക്രമപ്രകാരം ഔദ്യോഗികമായ ചാർജ് എടുക്കണം. ഇവിടെ മെത്രാപ്പോലിത്ത നിശ്ചയിച്ചിട്ടുള്ള പ്രകാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ ചാർജ് എടുത്ത രീതി മെത്രാപ്പോലിത്തയുടെ സ്ഥാനം വഹിക്കുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അംഗീകരിച്ചാൽ പിന്നെ ആ വിഷയത്തിൽ ഒരു തർക്കത്തിന് നിയമസാധ്യതയില്ല. ആദ്യമായിട്ട് പറയുവാനുള്ളത്, രൂപത അധ്യക്ഷന് നിയമനിർമ്മാണ അധികാരവും ലെജിസ്ലേറ്റീവ്
ഭരണനിർവഹണപരവും എക്സിക്യൂട്ടീവ് പവർ, നീതിന്യായപരവും ജുഡീഷ്യൽ പവറായ എല്ലാ അധികാരങ്ങളും ഉണ്ടെങ്കിലും അതിൽ നീതിന്യായപരമായ അധികാരം പൊതുവെ പറഞ്ഞാൽ ന്യായാധിപന്മാരിലൂടെയാണ് നിർവഹിക്കുക. ഇപ്രകാരം ഒരു ട്രൈബ്യൂണലിനെ രൂപീകരിച്ച് ന്യായാധിപന്മാരെ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രസ്തുത ട്രൈബ്യൂണലിന്റെ പ്രവർത്തനം കാനൻ നിയമമനുസരിച്ച് സ്വതന്ത്രമാണ്. ട്രൈബ്യൂണലിൽ മേജർ ആർച്ച് ബിഷപ്പിനെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെയും പ്രതിനിധീകരിക്കുന്നത് നീതി സംരക്ഷകനാണ്, രാജ്യത്തിന്റെ ക്രിമിനൽ കോടതികളിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലെ. അതിനാൽ തന്നെ നീതി സംരക്ഷകനോട് പരാതി അഥവാ കുറ്റപത്രം സമർപ്പിക്കുവാൻ ആവശ്യപ്പെടുവാൻ ഇവർക്ക് രണ്ടുപേർക്കും കഴിയും. അതുപോലെ തന്നെ സമർപ്പിച്ച പരാതി പിൻവലിക്കുവാനും ഇവർക്ക് നീതി സംരക്ഷകനോട് ആവശ്യപ്പെടുവാൻ സാധിക്കും. എന്നാൽ ഫയൽ സ്വീകരിച്ച് വിചാരണ ആരംഭിച്ച ഒരു കേസ് പിൻവലിക്കണമെങ്കിൽ കുറ്റാരോപിതരുടെ സമ്മതം കൂടി ആവശ്യമാണ്. അല്ലാതെ ട്രൈബ്യൂണലിലെ ന്യായാധിപന്മാരോട് നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകുവാൻ ഭരണനിർവഹണപരമായുള്ള ഉന്നത അധികാരമുള്ളവർക്ക് സാധ്യമല്ല. എന്നാൽ ട്രൈബ്യൂണലിന്റെ പ്രവർത്തനങ്ങൾ നിയമപരമായാണോ പോകുന്നതെന്ന് നിരീക്ഷിക്കുവാൻ സിന്നത്തൂര, അപ്പസ്തോലിക്ക തുടങ്ങി ജുഡീഷ്യൽ അധികാരമുള്ള ഘടകങ്ങൾ കാനൻ നിയമത്തിലുണ്ട് താനും. അതിലൊന്നാണ് പൗരസ്ത്യ കാനോന സംഹിതയിലെ 1062 കാനോനിൽ കാണുന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയിലെ ഉന്നത കോടതി, സുപ്പീരിയർ ട്രൈബ്യൂണലുടെ ജനറൽ മോഡറേറ്റർ. 1062 കാനോനിയുടെ 5ാം ഖണ്ഡിക ഇങ്ങനെ വ്യക്തമാക്കുന്നു: പാത്രിയാർക്കൽ സഭാതിർത്തിക്കുള്ളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കോടതികളിന്മേൽ മേൽനോട്ടത്തിനുള്ള അവകാശം നീതി നിർവഹണത്തിനായുള്ള ജനറൽ മോഡറേറ്റർമാർക്കുണ്ട്. പൗരസ്ത്യ കാനോന സംഹിതയിലെ 1060 കാനോനയുടെ 1ാം ഖണ്ഡിക പ്രകാരം മാർപ്പാപ്പയ്ക്ക് മാത്രമേ മെത്രാന്മാർക്കെതിരായ പീനൽ കേസുകൾ കൈകാര്യം ചെയ്യുവാനാവുകയുള്ളൂ. അതിനാൽ ഉത്തരം ഈ പ്രത്യേക ട്രൈബ്യൂണലിന്റെ അധികാര പരിധിയിൽ മെത്രാന്മാർക്കെതിരായ കുറ്റങ്ങളൊന്നും വരില്ല എന്നതാണ്. അങ്ങനെയുള്ള പരാതിയുള്ളവർ തങ്ങളുടെ പരാതി തെളിവുകൾ സഹിതം പൗരസ്ത്യ കാര്യാലയത്തെയോ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെയോ നേരിട്ട് മാർപ്പാപ്പയെ തന്നെയോ എഴുതി അറിയിക്കുകയാണ് വേണ്ടത്. തീർച്ചയായും ഒരു ഉദാഹരണത്തിലൂടെ അത് വിശദീകരിക്കുവാൻ ശ്രമിക്കാം. 2008 ബോംബെയിലെ ഭീകരാക്രമണത്തിന്റെ ചുക്കാൻ പിടിച്ച അജ്മൽ കസബിന്റെ കാര്യമെടുക്കാം. 166 പേർ കൊല്ലപ്പെടുകയും 300 പരം ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഭീകരാക്രമണത്തിന്റെ ചുക്കാൻ പിടിച്ച കസബിനെ 2008 നവംബർ 26 മുംബൈ പോലീസ് അക്രമമധ്യേ തന്നെ അറസ്റ്റ് ചെയ്തു. എന്നാൽ അദ്ദേഹത്തെ ഉടനെ തൂക്കിലേറ്റുകയല്ല ചെയ്തത്. 2010 മെയ് 6 അദ്ദേഹത്തെ മുംബൈ ഹൈക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. 2012 നവംബർ 21 പൂനെയിലെ യരാവാദ സെൻട്രൽ ജയിലിൽ വെച്ച് അദ്ദേഹത്തിന് മരണശിക്ഷ നൽകുക. അതുപോലെ പരസ്യമായി ശീശ്പിയിൽ തുടരുന്നവരെയും പൗരസ്ത്യ കാനൂൻ നിയമമനുസരിച്ച് ഒരു ട്രൈബ്യൂണലിലെ കുറ്റവിചാരണയ്ക്ക് ശേഷം മാത്രമേ മഹ്റോൻ ശിക്ഷയ്ക്ക് വിധേയനാക്കുവാൻ നിയമം അനുവദിക്കുന്നുള്ളൂ. വ്യത്യസ്തമായി ചെയ്യുവാനുള്ള അധികാരം മാർപ്പാപ്പയ്ക്കും പരിശുദ്ധ സിംഹാസനത്തിനും മാത്രം തന്നെ. രാജ്യത്തിന്റെ കോടതികളെയും കത്തോലിക്ക സഭയുടെ നീതിന്യായ വ്യവസ്ഥയെയും ബാധിക്കുന്ന പൊതുവായുള്ള തത്വങ്ങൾ ഒന്ന് തന്നെയാണെന്ന് പറയുവാൻ സാധിക്കും. അവയിൽ പ്രധാനപ്പെട്ട 2 ഇവയാണ്. 1, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നീതിമാൻ പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. 2, ആകാശം അഥവാ സ്വർഗം ഇടിഞ്ഞു വീണാലും നീതി നടത്തപ്പെടണം. എന്നാൽ കത്തോലിക്ക സഭയുടെ ജുഡീഷ്യറിയെ സഹായിക്കുവാൻ പോലീസും പട്ടാളവും ഒന്നുമില്ലാത്തതിനാൽ ട്രൈബ്യൂണലിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കാത്ത കുറ്റാരോപിതരെ ബലം പ്രയോഗിച്ച് ട്രൈബ്യൂണൽ മുമ്പാകെ കൊണ്ടുവന്ന് നിർബന്ധിത വിചാരണ സാധ്യമല്ല. സമൻസ് അയക്കുക, വന്നില്ലെങ്കിൽ വീണ്ടും സമൻസ് അയക്കുക, വീണ്ടും വന്നില്ലെങ്കിൽ കുറ്റാരോപിതനെ പ്രതിനിധീകരിക്കുവാൻ ഔദ്യോഗികമായി അഭിഭാഷകനെ നിയമിച്ച ശേഷം ട്രൈബ്യൂണൽ പ്രസ്തുത കക്ഷി വിചാരണയിൽ നിന്ന് മാറി നിൽക്കുന്നതായി പ്രഖ്യാപിച്ച ശേഷം കേസ് വിചാരണ നടത്തി വിധി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. CCEO 1272. ഇങ്ങനെ സഹകരിക്കാതിരിക്കുന്ന കുറ്റാരോപിതർക്ക് വിചാരണയുടെ ഏത് ഘട്ടത്തിലും കേസിൽ വീണ്ടും ഭാഗവാക്കാകുവാനും 1273 കാനോന അവസരം നൽകുന്നു. എന്നാൽ ആ കാനോന ഇങ്ങനെ തുടർന്ന് നിർദ്ദേശിക്കുന്നു: എന്നിരുന്നാലും ദീർഘവും അനാവശ്യമായ കാലതാമസത്തിലൂടെ വിചാരണ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടു പോകുന്നില്ല എന്ന് ജഡ്ജി ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഓരോ കുറ്റത്തിന്റെ സ്വഭാവവും വ്യാപ്തിയും അനുസരിച്ച് ഒരു കേസിന്റെ അന്തിമ വിധിക്കുള്ള കാലതാമസത്തിൽ സാരമായ വ്യത്യാസത്തിനുള്ള സാധ്യതയുണ്ടെങ്കിൽ കൂടി പ്രത്യേക ട്രൈബ്യൂണലിൽ നീതി സംരക്ഷകൻ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ സാമാന്യഗതിയിൽ വിചാരണ കോടതിക്ക് തത്തുല്യമായ ഈ പ്രത്യേക ട്രൈബ്യൂണലിന്റെ അന്തിമ വിധിക്കുള്ള സാധ്യതയുണ്ട്. നീതി താമസിക്കുന്നത് നീതി നിഷേധം തന്നെയാണല്ലോ സമൂഹം വിലയിരുത്തുക. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്.
രണ്ടാമത്തെ പ്രധാന വ്യത്യാസം, രാജ്യത്തിന്റെ കോടതികളിൽ കുറ്റാരോപിതരെയും സാക്ഷികളെയും എല്ലാം ചോദ്യം ചെയ്യുന്നത് അഭിഭാഷകരാണെങ്കിൽ കത്തോലിക്ക സഭയുടെ ട്രൈബ്യൂണലുകളിൽ ഈ ചോദ്യം ചെയ്യൽ ജഡ്ജിയുടെ ഉത്തരവാദിത്തമാണ് എന്നതാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വക്കീലന്മാരുടെ വിസ്താരവും ക്രോസ് വിസ്താരവും ഒന്നും കത്തോലിക്ക സഭയുടെ ട്രൈബ്യൂണലുകളിൽ ഉണ്ടാവില്ല. കുറ്റാരോപിതന്റെ അഭിഭാഷകന് തീർച്ചയായും ട്രൈബ്യൂണൽ നടപടികളിൽ പങ്കെടുക്കുവാനുമാവും. എല്ലാ വിസ്താരവേളകളിലും പങ്കെടുത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ജഡ്ജിക്ക് എഴുതി നൽകുവാനും അദ്ദേഹത്തിന് അനുവാദവും അവകാശമുണ്ട്. എന്നാൽ കുറ്റാരോപിതന്റെ അഭിഭാഷകനോ അഥവാ നീതി സംരക്ഷകനോ എഴുതി നൽകുന്ന ചോദ്യങ്ങളെല്ലാം ചോദിക്കണമോ എന്ന് നിശ്ചയിക്കുന്നത് പോലും ചോദ്യം ചെയ്യുവാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന ജഡ്ജിയാണ്. ജഡ്ജിയുടെ ഇക്കാര്യത്തിലുള്ള തീരുമാനം അന്തിമവുമാണ്. കേസിൽ തെളിവ് സംഭരിക്കുന്ന ഘട്ടത്തിലുള്ള വിചാരണ സമയത്ത് സംഘാത കോടതിയിലെ 3 ജഡ്ജിമാരും ഉണ്ടായിരിക്കണമെന്ന് കാന നിയമം നിർബന്ധം പിടിക്കുന്നില്ല. അതിലെ പ്രിസൈഡിംഗ് ജഡ്ജിക്ക് അഥവാ അദ്ദേഹം ദൗത്യം പരമേൽപ്പിച്ച ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ന്യായാധിപന്റെ അധികാരത്തോടുകൂടി പ്രസ്തുത വിസ്താരം നടത്താവുന്നതാണ്. നോട്ടറി നിർബന്ധമായി പങ്കെടുക്കണമെന്നത് മാത്രമാണ് കാന നിയമത്തിലെ തത്സംബന്ധിയായ നിബന്ധന. വിസ്താരത്തിലെ ചോദ്യോത്തരങ്ങൾ അതേപടി പകർത്തിയെഴുതി ജഡ്ജിയുടെയും വിസ്തരിക്കപ്പെട്ട ആളുടെയും ഒപ്പുവാങ്ങി സ്വയം ഒപ്പിട്ട് ട്രൈബ്യൂണൽ ഓഫീസിൽ ഫയൽ ചെയ്യുവാനുള്ള ക്ലേശകരമായ ദൗത്യം നോട്ടറിയുടേതാണ്. മൂന്നാമത്തെ പ്രത്യേകത, ഒരു പരാതി ഫയൽ സ്വീകരിച്ചു കഴിഞ്ഞ് കക്ഷികളെ തർക്ക വിഷയ നിർണയത്തിനായി ട്രൈബ്യൂണലിലേക്ക് സമൻസ് അയച്ച് വിളിപ്പിച്ച് കേസ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സഭാ ട്രൈബ്യൂണലിലെ ജഡ്ജിമാർക്ക് കക്ഷികൾ തെളിവ് നൽകാൻ ഉദാസീനത കാണിക്കുന്ന പക്ഷം തെളിവുകൾ അടങ്ങുന്നതെന്ന് കരുതുന്ന രേഖകൾ ഉത്തരവിലൂടെ വിളിച്ചു വരുത്തുവാനും കുറ്റകൃത്യം നടന്ന സ്ഥലം തന്നെ നേരിട്ട് പരിശോധിക്കുവാനും കക്ഷികൾ നൽകിയ പേരുകൾക്ക് പുറമെ ഔദ്യോഗികമായി മറ്റ് സാക്ഷികളെ വിസ്താരത്തിനായും തെളിവെടുപ്പിനുമായും ട്രൈബ്യൂണലിൽ വിളിച്ചു വരുത്തുവാനും സാധിക്കും. ട്രൈബ്യൂണലിലെ വിധി ട്രൈബ്യൂണലിന്റെ പക്കലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പാടുള്ളൂ. അത് ജഡ്ജിമാർക്ക് മറ്റു വഴികളിൽ കിട്ടിയ അറിവുകളുടെ അടിസ്ഥാനത്തിലാകുവാൻ പാടില്ല. എക്സ് ആക്ടീസ് എറ്റ് പ്രൊബാറ്റീസ് ആകണം അന്തിമവിധി എന്നാണ് നിയമം അനുശാസിക്കുന്നത്. അതായത് ട്രൈബ്യൂണലിന് അതിൻ്റെ പക്കലുള്ള ഫയലിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ശിക്ഷിക്കാനാവൂ. അതിനാൽ തന്നെ കുറ്റാരോപിതനായ വ്യക്തിയെ പറ്റിയോ ആരോപിക്കപ്പെട്ട കുറ്റത്തെ പറ്റിയോ കൂടുതൽ അറിവ് മറ്റൊരു വ്യക്തിക്ക് അഥവാ ഒരു മൂന്നാം കക്ഷിക്ക് ഉണ്ടെന്ന് കണ്ടാൽ ആ വ്യക്തി നീതി സംരക്ഷകന്റെയോ കുറ്റാരോപിതന്റെയോ സാക്ഷി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും പ്രിസൈഡിംഗ് ജഡ്ജിക്ക് അങ്ങനെയുള്ളവരിൽ നിന്നും തെളിവ് ശേഖരിക്കുവാനുമാവും. ഇതേ സ്വാതന്ത്ര്യവും അധികാരവും സിവിൽ ക്രിമിനൽ കോടതികൾക്കും എല്ലാ രാജ്യങ്ങളിലും തന്നെ ഉണ്ടെങ്കിലും അവ പലപ്പോഴും ഉപയോഗിക്കുന്നതായി കാണപ്പെടുന്നില്ല. എന്നാൽ സഭാ ട്രൈബ്യൂണലുകളിൽ സത്യം കണ്ടുപിടിക്കുന്നതിനും നീതി നടപ്പിലാക്കുന്നതിനുമായുള്ള പരിശ്രമങ്ങളിൽ ജഡ്ജിമാർ കക്ഷികളുടെ താല്പര്യത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നില്ല പലപ്പോഴും. മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം, പൗരസ്ത്യ കാനൂന സംഹിതയിൽ ഒരു കുറ്റവിചാരണയ്ക്ക് അവസാനമുള്ള അന്തിമവിധി 3 തരത്തിലുള്ളതാണ്. 1. കുറ്റാരോപിതൻ നിരപരാധിയാണ്. 2. കുറ്റാരോപിതനിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം തെളിയിക്കുവാൻ പരാതിക്കാരനായ നീതി സംരക്ഷകന് സാധിക്കാത്തതിനാൽ കുറ്റാരോപിതനെ വെറുതെ വിട്ടിരിക്കുന്നു. 3. കുറ്റാരോപിതനിൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം തെളിഞ്ഞിരിക്കുന്നു, അതിനാൽ അയാളെ ഇന്ന ശിക്ഷയ്ക്ക് വിധേയനാക്കിയിരിക്കുന്നു. ഇതിൽ കുറ്റാരോപിതൻ നിരപരാധിയാണ് എന്നുള്ള വിധി CCO 1482, CIC 1726 പൊതുവെ രാജ്യത്തിന്റെ കോടതികളിൽ കാണാറില്ല. തെളിവില്ല എന്നുള്ള വിധിയിൽ നിന്നുള്ള അനുമാനം മാത്രമാണ് അവിടെ കുറ്റാരോപിതന്റെ നിരപരാധിത്വം. എന്നാൽ കാന നിയമത്തിൽ കാണുന്ന ഈ സാധ്യത ഒരു വ്യക്തിയുടെ സൽപ്പേരിനുള്ള മനുഷ്യാവകാശത്തിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായി കണക്കാക്കാവുന്നതാണ്. പൗരസ്ത്യ കാനൂന സംഹിതയിലെ ശിക്ഷാ നിയമത്തിലും ശിക്ഷാ നടപടിക്രമത്തിലും ആദ്യമായി പ്രത്യേക പഠനം നടത്തി ലൈസൻഷ്യേറ്റ് നേടി 1997 മുതൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയോ ഇങ്ങനെയുള്ള കേസുകളിൽ നിയമോപദേശം കൊടുത്തുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന ഒരു സീനിയർ കാന നിയമജ്ഞൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, കത്തോലിക്ക സഭയിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയും പ്രത്യേകിച്ച് ഒരു വൈദികനും നിയമപ്രകാരമുള്ള ഒരു സമൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ട്രൈബ്യൂണലുമായി സഹകരിക്കാതിരിക്കില്ല എന്നതാണ്. അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഭവിഷ്യത്ത് അവർക്ക് തന്നെയായിരിക്കുമെന്ന് സുബോധമുള്ള ആർക്കും മനസ്സിലാകുമല്ലോ. ശിക്ഷിക്കുന്നത് വരെ ഒരു വ്യക്തി നിരപരാധിയായി കരുതപ്പെടണമെന്നാണ് നിയമം. എന്നാൽ ഒരു മേലാധികാരി ഒരാൾ കുറ്റവിചാരണ നേരിടണമെന്ന ഒരു ഡിക്രി വഴി തീരുമാനമെടുത്തു കഴിയുമ്പോൾ മുതൽ ആ വ്യക്തി സംശയത്തിന്റെ മുൾമുനയിലും. അയാൾ കുറ്റാരോപിതനാണ്. എത്രയും വേഗം തന്റെ കുറ്റവിചാരണ പൂർത്തിയാക്കി താൻ നിരപരാധിയാണെന്ന് ട്രൈബ്യൂണൽ പ്രഖ്യാപിച്ചു കാണുവാനാണ് അയാൾ സ്വാഭാവികമായും ആഗ്രഹിക്കുക. കൂടാതെ 1473 കാനോന അനുസരിച്ചുള്ള ചില നിയന്ത്രണങ്ങളും നിരോധനങ്ങളും സാമാന്യഗതിയിൽ മേലാധികാരി ഇതിനകം കുറ്റാരോപിതന്റെ മേൽ വച്ചിട്ടുമുണ്ടാവും. ആ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നിയമത്താൽ തന്നെ ഇല്ലാതാകുന്നത് കേസിന്റെ അന്തിമ വിധി വന്നു കഴിയുമ്പോൾ മാത്രമാണ് താനും. അതിനാൽ ഒരു നല്ല നിയമോപദേശം കിട്ടിയ ഒരാളും പ്രത്യേക കോടതിയോട് സഹകരിക്കുമെന്നതിൽ
വൈമുഖ്യം കാണിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, സീറോ മലബാർ സഭയിൽ ശിക്ഷാ നിയമവും ശിക്ഷാ നടപടിക്രമവും അനുസരിച്ച് പ്രവർത്തിക്കുവാനായി രൂപം കൊണ്ട സഭാ കോടതികൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അപ്പോഴെല്ലാം കുറ്റാരോപിതർ അങ്ങനെയുള്ള പ്രത്യേക സഭാ ട്രൈബ്യൂണലുമായി സഹകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളതും. അങ്ങനെയുള്ള പ്രത്യേക ട്രൈബ്യൂണലുകളിലെ വിധികളിലൂടെ പൗരോഹിത്യത്തിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട പല വ്യക്തികളും ഇന്നും സീറോ മലബാർ സഭയിൽ ആത്മായ വിശ്വാസികളായി ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കേസുകൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ തന്നെ നടന്നതിന്റെ രേഖകൾ ഞാൻ കണ്ടിട്ടുമുണ്ട്. അതുപോലെ കാക്കനാട് മേജർ ആർച്ച് ബിഷപ്പിന്റെ കാര്യാലയത്തിൽ രൂപീകൃതമായ ഒരു പ്രത്യേക ട്രൈബ്യൂണൽ വൈദിക അന്തസ്സിൽ നിന്ന് പിരിച്ചുവിടാൻ വിധിച്ച വിധി അപ്പീൽ ട്രൈബ്യൂണലുകളിൽ നടന്ന 3.5 വർഷത്തോളം നീണ്ട നിയമയുദ്ധത്തിൽ അവസാനം അസാധുവായി പ്രഖ്യാപിക്കുന്നതിൽ എത്തുകയും ആ വൈദികൻ ഇപ്പോഴും വൈദികൻ എന്ന നിലയിൽ തന്റെ ശുശ്രൂഷ തുടരുകയും ചെയ്യുന്നത് എനിക്ക് നേരിട്ടറിയാം. അതിനാൽ കത്തോലിക്ക സഭയിലെ നീതിന്യായ വ്യവസ്ഥയെ ആരും സംശയിക്കേണ്ട. വിചാരണ കോടതിക്ക് മുകളിൽ അപ്പീൽ കോടതിയും അതിനു മുകളിൽ കത്തോലിക്ക സഭയുടെ പരമോന്നത കോടതിയുമുള്ള വളരെ സുസജ്ജമായ ഒരു നീതിന്യായ സംവിധാനമാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത്. അതിനാൽ തന്നെയാണ് കാന നിയമത്തിൽ 1460 കാനോന ഇങ്ങനെ അനുശാസിക്കുക: ഒരു സിവിൽ അധികാരിയുടെ സ്വാധീനത്തിലൂടെ തിരുപ്പട്ടമോ ഒരു ഉദ്യോഗമോ ശുശ്രൂഷയോ സഭയിലെ മറ്റൊരു ചുമതലയോ ലഭിക്കുവാനായി സിവിൽ അധികാരിയെ പ്രത്യക്ഷമായ പരോക്ഷമായി സമീപിക്കുന്ന ഒരു വ്യക്തി വലിയ മഹ്റോൻ ശിക്ഷ വൈദിക ശുശ്രൂഷയുടെ കാര്യത്തിൽ തരം താഴ്ത്തലോ പോലും ഒഴിവാക്കാതെ തന്നെ അനുയോജ്യമായി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അതായത് കത്തോലിക്ക സഭയിൽ കാന നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജുഡീഷ്യൽ സംവിധാനമുണ്ട്. കത്തോലിക്ക സഭാംഗങ്ങളുടെ സഭയ്ക്കകത്തെ അവകാശ അധികാരങ്ങൾ സംരക്ഷിക്കുവാനുള്ള സംവിധാനങ്ങൾ അകത്തുള്ളപ്പോൾ പിന്നെ ആരും ആ സംവിധാനത്തിന് പുറത്ത് രാജ്യത്തിന്റെ കോടതികളിൽ പോകേണ്ടതില്ല. അങ്ങനെ പോയാൽ പോലും സിവിൽ കോടതി പരിശോധിക്കുന്നത് കത്തോലിക്ക സഭാധികാരികൾ കാനൻ നിയമമനുസരിച്ചാണോ പ്രവർത്തിച്ചത് എന്നതായിരിക്കും. അതിനാൽ പ്രത്യേക ട്രൈബ്യൂണലിന്റെ പ്രവർത്തനം നിയമാനുസൃതവും നിയമസാധ്യതയുള്ളതും രാജ്യത്തിന്റെ കോടതികൾ അംഗീകരിക്കുന്നതും തന്നെയാണ്. രണ്ട് കാര്യങ്ങളാണ് ഈ വിഷയ സംബന്ധിയായി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായി, നിയമവ്യാഖ്യാന സംബന്ധിയായ തത്വങ്ങൾ പൗരസ്ത്യ ലത്തീൻ കാനോൻ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പൗരസ്ത്യ കാനോൻ സംഹിതയിലെ 1495 കാനോനിലും 1496 കാനോനിലും ലത്തീൻ സഭയുടെ കാനോൻ നിയമത്തിലെ 10ഉം 14 കാനോനുകളിലുമാണ് ഇതിനാധാരമായ നിയമവ്യാഖ്യാന തത്വങ്ങൾ കാണുക. 1495 കാനോൻ ഇപ്രകാരം വ്യക്തമാക്കുന്നു: ഒരു നടപടി അസാധുവാണെന്നോ ഒരു വ്യക്തി ഏതെങ്കിലും പ്രവർത്തിക്കുവാൻ അയോഗ്യനാണെന്നോ പറയുന്ന നിയമങ്ങളെ മാത്രമേ അസാധുവാക്കുന്നതോ അയോഗ്യനാക്കുന്നതോ ആയ നിയമങ്ങളായി പരിഗണിക്കാറുള്ളൂ. അതായത് നിയമത്തിൽ ചിലയിടത്ത് ചില നിബന്ധനകൾ നിയമദാതാവ് വയ്ക്കാറുണ്ട്. ഈ നിബന്ധനകളുടെ ലംഘനം അസാധുവാക്കുന്നതാണെന്ന് നിയമദാതാവ് ആ നിയമത്തോട് ചേർന്ന് വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ നിബന്ധനയുടെ ലംഘനം ഒരു നൈയാമിക പ്രവൃത്തിയെ അസാധുവാക്കുകയുള്ളൂ. അങ്ങനെയുള്ള നിയമങ്ങളെ ലെഗസ് ഇറിറ്റാൻഡസ് എന്നാണ് വിശേഷിപ്പിക്കുക. അങ്ങനെ പൗരസ്ത്യ കാനോൻ സംഹിതയിലുള്ള നിയമങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ പൗരസ്ത്യ കാനോൻ സംഹിതയിലെ 932, 954, 951, 952, 931, 1537 എന്നീ കാനോനകളാണ്. ഈ കാനോനകളിലെല്ലാം സാധുവായി ഒരു നൈയാമിക പ്രവൃത്തി ചെയ്യുന്നതിനുള്ള നിബന്ധനയെ പറ്റിയാണ് പരാമർശം. എന്നാൽ മുകളിൽ കൊടുത്തിരിക്കുന്ന കാനോനകളിൽ മാത്രമല്ല സാധുതയെ പറ്റിയുള്ള പരാമർശങ്ങൾ ഉള്ളത്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് 253 കാനോനിയുടെ 2ാം ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധന ചാൻസലറിന്റെ നിയമത്തിനുള്ള സാധുത സംബന്ധിയായതാണോ എന്നതാണ്. പ്രസ്തുത കാനോനിയുടെ മലയാള പരിഭാഷ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ: നോട്ടറിമാർ നല്ല സ്വഭാവ ഗുണമുള്ളവരും ആക്ഷേപങ്ങൾക്ക് അതീതരുമായിരിക്കണം. ഈ നിബന്ധന നോട്ടറിമാരുടെ കാര്യത്തിൽ മാത്രമല്ല കാനോൻ നിയമത്തിലുള്ളത്. പൗരസ്ത്യ കാനോൻ സംഹിതയിലെ 180 കാനോനിൽ ഒരു വ്യക്തി മെത്രാൻ പദവിയിലേക്ക് യോഗ്യനായി കണക്കാക്കപ്പെടുന്നതിന് അയാൾ സൽസ്വഭാവവും ആദരണീയനും ഉള്ളവനായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നു. അതുപോലെ തന്നെ പൗരസ്ത്യ കാനോൻ സംഹിതയിലെ 285 കാനോനിയുടെ 1ാം ഖണ്ഡികയിൽ ഒരു വൈദികനെ ഇടവക വികാരിയെ നിയമിക്കുന്നതിനുള്ള യോഗ്യതയായി നിഷ്കർഷിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സൽസ്വഭാവവും സത്യവിശ്വാസവും. ഒരു വൈദികൻ ഇടവക വികാരിയായി നിയമിക്കപ്പെടണമെങ്കിൽ അദ്ദേഹം സൽസ്വഭാവവും സത്യവിശ്വാസവും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള തീഷ്ണതയും വിവേകവും ഇടവക ശുശ്രൂഷ സ്തുത്യർഹമായി നിറവേറ്റുന്നതിന് നിയമം ആവശ്യപ്പെടുന്ന മറ്റു ഗുണങ്ങളും കഴിവുകളും ഉള്ളവനായിരിക്കുക ആവശ്യമാണ്. ഈ 3 കാനോനുകളിലും പറയുന്ന നിബന്ധനകൾ അസാധുവാക്കുന്നതോ അയോഗ്യനാക്കുന്നതോ അല്ല. അതിനാൽ തന്നെ ആ നിബന്ധനകൾ പാലിക്കാതെ നടത്തുന്ന ഒരു നൈയാമിക പ്രവൃത്തി ആരംഭത്തിൽ തന്നെ അസാധുവല്ലതാനും. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാനോനെയാണ് 1496. അതിൻ്റെ പ്രസക്തമായ ആദ്യ ഭാഗം ഇങ്ങനെ: അസാധുവാക്കുന്നതോ അയോഗ്യനാക്കുന്നതോ ആയ നിയമമാണെങ്കിൽ പോലും നിയമത്തെക്കുറിച്ച് സംശയമുള്ളപ്പോൾ നിയമങ്ങൾ ബാധകമാകുന്നില്ല.
വസ്തുതയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ മേലധ്യക്ഷന്മാർക്ക് അവയിൽ നിന്ന് ഒഴിവ് കൊടുക്കാവുന്നതാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അനുയോജ്യതയെപ്പറ്റി, അതായത് ആ വ്യക്തിക്ക് നിർദ്ദിഷ്ട യോഗ്യതകളുണ്ടോ എന്ന വസ്തുതയെപ്പറ്റി സംശയമുള്ളപ്പോൾ മേലധ്യക്ഷന്മാർക്ക് ആ നിബന്ധനകളിൽ നിന്ന് ഒഴിവ് കൊടുക്കുവാനുള്ള അധികാരമുണ്ടെന്നതാണ് ഈ കാനോനെ വ്യക്തമാക്കുക. എന്നാൽ നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത നിയമാനുസരണത്തിൽ നിന്ന് ആർക്കും ഒഴിവ് നൽകുന്നില്ല എന്ന 1497 കാനോനെയും ഇക്കൂട്ടത്തിൽ ഓർമ്മിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ 253 കാനോനയുടെ 2ാം ഖണ്ഡികയിലെ നിബന്ധനയുടെ ലംഘനം ചാൻസലർ നിയമനത്തെ അസാധുവാക്കുന്നില്ല. ഇനി രണ്ടാമത്തെ ശ്രദ്ധേയമായ കാര്യം, കാനൻ നിയമം എപ്പോഴാണ് ഒരു വ്യക്തി ആരോപണ വിധേയനായി കണക്കാക്കുന്നത് എന്നതാണ്. ആർക്കെതിരെയും ഏത് ദുരാരോപണവും നടത്തുവാൻ കഴിയുന്ന ഈ ലോകത്തിൽ പഴയ നിയമത്തിലെ ഡാനിയലിന്റെ പുസ്തകത്തിലെ സൂസന്നെ തുടങ്ങി വ്യക്തിഹത്യയ്ക്ക് പാത്രമാകുന്നവർ അനവധിയാണ്. എന്നാൽ നിയമത്തിന്റെ ദൃഷ്ടിയിൽ ഒരാൾ കുറ്റാരോപിതനാകുന്നത് പോലീസ് FIR ഇട്ട് കേസെടുത്ത് കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണെന്ന് പറയുന്നത് പോലെ കാനൻ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്കെതിരെ മേലാധികാരി ശിക്ഷാ നടപടിക്രമങ്ങൾ ആരംഭിച്ച് പ്രാഥമിക അന്വേഷണത്തിന് ഒരു ഡിഗ്രി വഴി ഉത്തരവെങ്കിലും ഇട്ടിട്ടുണ്ടായിരിക്കണം. ആ വ്യക്തിയെ കുറ്റാരോപിതൻ ആയി കരുതുവാൻ ഇക്കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട പൗരസ്ത്യ കാനോന സമിതിയിൽ 1414 കാനോനിടെ 1ാം ഖണ്ഡികയെ ഫ്രാൻസിസ് മാർപ്പാപ്പ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരാൾ കുറ്റക്കാരനെ വിധിക്കപ്പെടുന്നവരെ അയാളെ നിരപരാധിയായി കരുതണം എന്ന നിയമം. ചുരുക്കി പറഞ്ഞാൽ എറണാകുളം അങ്കമാലി അതിരൂപതി ഇപ്പോൾ ചാൻസലറായി നിയമിതനായിരിക്കുന്ന വൈദികൻ കാനൻ നിയമം അനുസരിച്ച് കുറ്റാരോപിതൻ പോലുമല്ല എന്നതാണ് വസ്തുത.